ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുപ്പിക്കുള്ളിലെ അധോലോകം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് സ്റ്റോക്സ് തിയറം ബി.ടെക് ഫസ്റ്റ് സെമ്മിലെ ഒരു ഇമ്പോർട്ടൻ്റ് പാർട്സാണ്. അതുപോലെ ഗ്രീൻസ് തിയറം, പിന്നെ ഡൈവേർജൻസ് തിയറം, ഈ 3 തിയറം നമുക്കുണ്ട്. അപ്പോൾ അതിൽ സ്റ്റോക്സ് തിയറാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്റ്റോക്സ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഒരു പക്ഷേ ചിലപ്പോൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ഈ 3 തിയറത്തിൻ്റെയും സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചിരിക്കുക. സ്റ്റോക്സ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വരെയാണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. സ്റ്റോക്സ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ദ വർക്ക് പെർഫോംഡ് ബൈ എ ഫോഴ്സ് ഫീൽഡ് ഓൺ എ പാർട്ടിക്കിൾ ദാറ്റ് ട്രാവേഴ്സസ് എ സിമ്പിൾ ക്ലോസ്ഡ് കർവ് C in the positive direction can be obtained by integrating a normal component of the curl over an oriented surface sigma bounded by C. എന്നിട്ട് ഇത്ര എഴുതിയതിന് ശേഷം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വയ്ക്കുക. അതായത് line integral over C f dot dr is equal to surface integral del cross f dot n cap direction vector ds. ഈ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വയ്ക്കാം. ഒരു പക്ഷേ ഇത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാം. അപ്പോൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റിന് എങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ പ്രോബ്ലം വരുന്നത് അപ്ലൈ സ്റ്റോക്സ് തിയറം ടു വാലുവേറ്റ് ഇൻറ്റഗ്രൽ C f dot dr where f is equal to h by I plus h square j plus z square k. C is the intersection of the paraboloid z is equal to h square plus y square and the plane z is equal to y with a counterclockwise orientation looking down the positive z axis. ഈ സ്റ്റേറ്റ്മെൻറ്റിനെ നോക്കി വയ്ക്കുക. ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ അത് മീൻ ചെയ്യുന്നത് അതിൻ്റെ ഡയറക്ഷൻ പോസിറ്റീവ് സെഡ് ആക്സിസിലേക്ക്, അതായത് കെ ഡയറക്ഷൻ ഈ എൻ വെക്ടർ എന്ന് പറയുന്നത് കെ ആയിട്ട് എടുക്കണം എന്നാണ് അത് മീൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ഈ പ്രോബ്ലം ചെയ്യാം. ഇതെന്ന് പറഞ്ഞാൽ ഒരു പാരബോളോയിഡാണ്. പാരബോളോയിഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏകദേശം ഒരു മദ്ദളം പോലത്തെ ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക. ഇതിൽ z ഈസ് ഈക്വൽ ടു h സ്ക്വയർ പ്ലസ് y സ്ക്വയർ എന്നാണ് പാരബോളോയിഡ്. പിന്നെ അവർ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ ആയിട്ടുള്ളത് z ഈക്വൽ ടു y എന്ന പ്ലെയിനിലാണ്. അപ്പോൾ z ഈക്വൽ ടു y എന്നുള്ള ഈ കണ്ടീഷനും ഇതുമാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഈ y എടുത്തിട്ട് ഇതിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, y ഈസ് ഈക്വൽ ടു h സ്ക്വയർ പ്ലസ് y സ്ക്വയർ എന്ന് കിട്ടും. ഇത് നമുക്ക് എന്ത് കിട്ടും, h സ്ക്വയർ പ്ലസ് y സ്ക്വയർ മൈനസ് y ഈക്വൽ ടു 0 എന്നുള്ള ഒരു ഇത് കിട്ടി. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിനെ നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ ഫോമിലേക്ക് മാറ്റണം. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ പകുതി എടുക്കുക, അതിൻ്റെ സ്ക്വയർ ചെയ്യുക, അതിനെ ആഡ് ചെയ്യുകയും ചെയ്യുക, സബ്ട്രാക്റ്റും ചെയ്യുക. അപ്പോൾ ഇവിടെ എന്ന് പറയുന്ന ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് വൈയുടെ കോഎഫിഷ്യൻറ്റ് 1 ആണ്, മൈനസ് വൺ ആണ്. അപ്പോൾ അതിൻ്റെ പകുതി, അതായത് 1/2 സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്തായി 1/4. നമ്മളതിൻ്റെ 1/2നെ മൈനസ് ചെയ്യുകയും വേണം, അതിനോടൊപ്പം തന്നെ 1/2 സ്ക്വയറിനെ മൈനസ് ചെയ്യുകയും വേണം, അതോടൊപ്പം തന്നെ ആഡ് ചെയ്യുകയും വേണം പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ വേണ്ടിയിട്ട്. അതറിയാലോ എല്ലാവർക്കും. അപ്പോൾ നമ്മൾ h സ്ക്വയർ പ്ലസ് y സ്ക്വയർ മൈനസ് y പ്ലസ് 1/4 മൈനസ് 1/4 നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഇതെന്തായി, h സ്ക്വയർ പ്ലസ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y മൈനസ് 1/2 ദ ഹോൾ സ്ക്വയർ അല്ലേ, ഈക്വൽ ടു 1/4. ഇപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കിൾ വിത്ത് സെൻറ്റർ 0,1/2 ആൻഡ് റേഡിയസ് 1/2. ഇത് കിട്ടിയല്ലോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു സർക്കിളാണ്. 0,1/2 എന്ന് പറയുമ്പോൾ സർക്കിളിൻ്റെ സെൻറ്റർ ഇവിടെ വരും, റേഡിയസ് 1/2, അതായത് 1/2 റേഡിയസ് ഉള്ള ഒരു സർക്കിൾ. അപ്പോൾ ഇവിടെ ഇതെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ ബാക്കി മെത്തേഡിൽ പറഞ്ഞുതരാം. ഇനി നമ്മൾ സ്റ്റോക്സ് തിയറം അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഇൻ്റഗ്രൽ C
എഫ് ഡോട്ട് ഡി ആർ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ സിഗ്മ ഡെൽ ക്രോസ് എഫ് ഇൻറ്റു എൻ വെക്റ്റർ ഡി എസ്. ഇതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം കേളാണ് എടുക്കുന്നത്. കേൾ എഫ് എങ്ങനെ എടുക്കുന്നത്? നമ്മൾ ഡിറ്റർമിനൻ്റ് എടുക്കുക ചെയ്യുന്നത്. അപ്പോൾ കേൾ എഫ് ഈസ് ഈക്വൽ ടു, ആദ്യം നമുക്ക് കേൾ എഫ് കണ്ടുപിടിച്ചേക്കാം. ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ ഇസെഡ്. ഇനി നമുക്ക് ഇവിടെ എക്സിൻ്റെ എന്താണെന്ന് നോക്കാം. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നതിൽ നമുക്ക് ഇവിടെ എക്സ് കോമ്പൗണ്ട് ആയിട്ട്, അതായത് ഐയുടെ കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്നത് എക്സ് വൈ ആണ്, അതെഴുതി. പിന്നെ വരുന്നത് എച്ച് സ്ക്വയർ ആണ്, പിന്നെ സെഡ് സ്ക്വയർ. നമ്മൾ കേൾ കണ്ടുപിടിക്കാൻ പോവാണ്. ഐ ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് ഇസെഡ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. പിന്നെ അതുപോലെ ഡോ ബൈ ഡോ ഇസെഡ് ഓഫ് എച്ച് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ ഇത് 0 ആയിപ്പോയി, ഈ ടേം 0 ആയിപ്പോയി. ഇനി അടുത്തത് മൈനസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ എസ് ഓഫ് ഇസെഡ് സ്ക്വയർ. ഇസെഡ് സ്ക്വയറിനെ എച്ച് വെച്ച് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ അതും 0 ആയിപ്പോയി. ഇനി ഇതിന് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇതും 0 ആയിപ്പോയി. പിന്നെ ഇവിടെ കെ കമ്പോണൻ്റ് എന്ന് പറയുന്നത് കെ വെക്റ്റർ ഇൻറ്റു ഇത് 2h വരും, ഇതെന്ന് പറയുമ്പോൾ h വരും. 2h മൈനസ് h എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് കിട്ടി. 2h മൈനസ് h പറയുമ്പോൾ h. അപ്പോൾ ഇവിടെ h കെ വെക്റ്റർ, ഇതാണ് നമുക്ക് കിട്ടിയ കേൾ എഫ്. ഇനി നമ്മൾ ക്വസ്റ്റ്യനിൽ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൗണ്ടർ ക്ലോക്ക് വൈസ് ഓറിയൻറ്റഡ് എന്ന്, ലുക്കിംഗ് ഡൗൺ ദ പോസിറ്റീവ് സെഡ് ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ഷൻ എൻ ക്യാപ്പ് എന്ന് പറയുന്നത് കെ വെക്റ്റർ എടുക്കണം, പോസിറ്റീവ് കെ. അപ്പോൾ ഇനി നമുക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കേൾ എഫ് എന്നുള്ളത് എച്ച് ഇൻ ദ ഡയറക്ഷൻ ഓഫ് കെ കിട്ടി. അതുപോലെ നമുക്കറിയാം എൻ ക്യാപ്പിൻ്റെ ഡയറക്ഷൻ പോസിറ്റീവ് സെഡ് ആക്സിസ്, അതായത് കെ ആണ്. പിന്നെ നമ്മൾ ഇതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പോവാണ്. പി ഈസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഡെൽ ക്രോസ് എഫ്, അതായത് കേൾ നമുക്ക് എന്താ കിട്ടിയത്? എച്ച് ഇൻറ്റു കെ വെക്റ്റർ ഡോട്ട് കെ വെക്റ്റർ ഡി എസ്. ഇതെന്ന് പറയുന്നത് ഡബിൾ ഇൻ്റഗ്രൽ എച്ച് ഡി എസ് അല്ലേ. ഇതൊരു സർക്കിളായിട്ട്, പാരബോളോയിഡ് ആയതുകൊണ്ട് തന്നെ നമ്മളതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സർക്കിളായിരിക്കും അതിൻ്റെ ഇത് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ പോളാർ കോർഡിനേറ്റ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഡി എസ് എന്നുള്ളത് ആർ ഡി ആർ ഡി തീറ്റ ആയി മാറും. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ എച്ച് ഇൻറ്റു ആർ ഡി ആർ ഡി തീറ്റ ഫോമിലേക്ക് മാറില്ല. എച്ച് എന്താവും? ആർ കോസ് തീറ്റ. പിന്നെ ഈ ഡി ആർ വാരി ചെയ്യുന്നത് ഏതുമല്ല നമുക്ക് നേരത്തെ കിട്ടിയത്, അതായത് നമുക്ക് കിട്ടിയ ആർ ഈക്വൽ ടു സൈൻ തീറ്റ എന്നുള്ളത്, അതായത് നമ്മുടെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക എച്ച് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് വൈ ഈക്വൽ ടു 0 എന്നുള്ളൊരു ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ. എച്ച് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് വൈ ഈക്വൽ ടു 0 കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ നേരത്തെ. അപ്പോൾ അതിൽ നിന്ന് ഈ എച്ച് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്താ പോളറിലേക്ക് വരുമ്പോൾ ആർ സ്ക്വയർ മൈനസ് ആർ സൈൻ തീറ്റ ഈക്വൽ ടു 0. അപ്പോൾ ആർ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ സൈൻ തീറ്റ ആണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആർ ഈക്വൽ ടു സൈൻ തീറ്റ. അപ്പോൾ ആർ വാരി ചെയ്യുന്നത് 0 ടു ആർ സൈൻ തീറ്റയാണ്. ഇനി എന്താ നമുക്ക് കാണിക്കുന്നത്? ഡി തീറ്റ, അതായത് തീറ്റ വാരി ചെയ്യുന്നതാണ്. നമുക്ക് കിട്ടിയ സർക്കിൾ എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നില്ലേ, ഞാൻ വരച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു.
0 1/2 സെൻറ്ററിലുള്ള റേഡിയസ് 1/2 ഉള്ള ഒരു സർക്കിളാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് 180 ഡിഗ്രി അല്ലേ ഉള്ളൂ ഇതിൻ്റെ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. പൈ വരെ അല്ലേ ഉള്ളൂ ഈ തീറ്റ വേരി ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളിത് 0 to π എന്ന് ഇതിൻ്റെ ഇൻ്റർവെൽ എടുക്കും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പോകുന്ന ഇൻ്റർവെൽ എന്ന് പറയുന്നത് 0 to π ഇൻ്റഗ്രൽ 0 to r sin തീറ്റ, പിന്നെ നമ്മുടെ h r cos തീറ്റയായി മാറിയിട്ടുണ്ടായിരുന്നു, r dr d തീറ്റ. ഇനി ഫുള്ള് നോർമൽ ഇൻ്റഗ്രേഷൻ. ഈ സ്റ്റെപ്പ് വരെയാണ് നമുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ബാക്കി ഫുൾ ഇൻ്റഗ്രേഷൻ അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ 0 to π r സ്ക്വയർ കോസ് തീറ്റ പുറത്തെടുക്കാം. അപ്പോൾ കോസ് തീറ്റ, പിന്നെ r സ്ക്വയർ ഡി ആർ ഇവിടെ ഉണ്ട്, 0 to r sin തീറ്റ ഡി തീറ്റ. അപ്പോൾ 0 to π ഇത് r³ ആവും. r³ sin തീറ്റയുടെ ഉള്ളിലേക്ക് r³ ഈ r sin തീറ്റ അപ്ലൈ ചെയ്യുമ്പോൾ r sin തീറ്റ ക്യൂബ് 3 പുറത്തൊരു കോസ് തീറ്റയും കിടക്കുന്നുണ്ട്. ഇതായിരിക്കും ഇതിൻ്റെ ലിമിറ്റ് വരുന്നത്. ഇനി നമുക്ക് ഡി തീറ്റയും ഓപ്പറേറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ എങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കിത് സൈൻ തീറ്റ കോസ് തീറ്റ എന്നുള്ള ടൈം അടുപ്പിച്ച് വരുന്നത് കൊണ്ട് 0ലും പൈയിലും സൈൻ തീറ്റ 0 ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലിമിറ്റ് എങ്ങനെ പോയാലും ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അവസാനം 0 എന്ന് തന്നെ കിട്ടും. അപ്പോൾ ഈ ലിമിറ്റിൻ്റെ ആൻസർ 0 ആണ്. അപ്പോൾ സ്റ്റോക്സ് തിയറം വെച്ചുള്ള ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ ഈസ് ഈക്വൽ ടു സർഫസ് ഇൻ്റഗ്രൽ ഡെൽ ക്രോസ് എഫ് ഇൻറ്റു എൻ ക്യാപ് ഡി എസ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക. എന്നിട്ട് അതിലെ കേൾ എഫ് കണ്ടുപിടിക്കുക. കേൾ എഫ് കണ്ടുപിടിച്ചതിന് ശേഷം അതിനെ ഡയറക്ഷൻ വെക്ടറായിട്ട് ഡോട്ട് ചെയ്യുക. ഈ പ്രൊസീജിയർ ഫോളോ ചെയ്തിട്ട് പോയാൽ മതി, നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, താങ്ക് യു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.